Hello my dear students, I welcome you all to this channel Learn 24. I hope you guys are doing amazing. So, human reproduction എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫീമെയിലും മെയിലിൻ്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അല്ലേ? നൗ മൂവിങ് ഓൺ ടുവേർഡ്സ് ദി ഗമീറ്റ് ഫോർമേഷൻ, അതായത് മെയിൽസിലും ഫീമെയിൽസിലും ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ് ഗമീറ്റ്സ്. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദി പ്രോസസ് ഓഫ് ഗാമീറ്റോജെനസിസ്. ഓക്കെ, ഗാമീറ്റോജെനസിസ് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് ഗമീറ്റ് from the undifferentiated diploid germ cell in gonads for sexual reproduction. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫീമെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോക്കിംഗ് അബൌട്ട് ദി ഫീമെയിൽസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദ പ്രൈമറി സെക്സ് ഓർഗൻസ് ആർ ദി ഓവറീസ് അല്ലേ? സോ ഓവറീസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Ovaries will be producing the egg. And അതുകൂടാതെ മെയിൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മെയിൽസ് പ്രൈമറി സെക്സ് ഓർഗൻ എന്താ? ടെസ്റ്റിസ് അല്ലേ? സോ ടെസ്റ്റിസ് വിൽ ബി പ്രൊഡ്യൂസിങ് ദി സ്പേംസ്. ഓക്കെ, സോ നമ്മൾ ഫീമെയിലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ദ ഫീമെയിൽ ഗമീറ്റ് ഇസ് ദി എഗ് ആൻഡ് ദി മെയിൽ ഗമീറ്റ് ഇസ് ദി സ്പേംസ്. ആൻഡ് ഈ ഗമീറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജെനസിസ് പറയുന്നത് മെയിലിൻ്റെ കേസിൽ, ആൻഡ് ഫീമെയിലിൻ്റെ കേസിൽ oogenesis ആണ് ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് സ്പെർമാറ്റോജെനസിസ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് സ്പെർമാറ്റോജെനസിസ്. സോ ഇതിൽ മേജർ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ലേൺ ഇസ് ഇവിടെ സ്പേംസ് ആണ് ഫോം ആകുന്നത്. സോ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ വാട്ട് പ്രോസസ് ഇറ്റ് ഇസ്. സ്പേം, ദ നെയിം ഇറ്റ് സെൽഫ് ഇസ് ഇൻവോൾവിങ് സ്പേം. സോ ഇവിടെ സ്പേം ആണ് ഫോം ആകുന്നത്. ഓക്കെ, സോ ഹിയർ ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ, സ്പേംസിന് നമുക്ക് സ്പെർമാറ്റോസോവ എന്നും പറയാൻ പറ്റും. സോ ഹിയർ ദ സ്പേംസ് ആർ ഫോമിങ്. ആൻഡ് ഇവർ എവിടെ നിന്നാണ് ഫോം ആകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി ബീങ് ഒറിജിനേറ്റഡ് ഫ്രം ദി പ്രൈമോഡിയൽ ജേം സെൽ. ഇതിനെ നമുക്ക് Cbse എന്നും പറയാൻ പറ്റും. ഓക്കെ, ഈ ഇൻഫർമേഷൻ നമ്മൾ ലോവർ ക്ലാസ്സസിലും ആക്ച്വലി പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് എപ്പോഴാണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. സോ സ്പെർമാറ്റോജെനസിസ് ഒന്നുമല്ല, ഈ പ്രോസസ്സ് തുടങ്ങുന്നത് വെൻ എ മെയിൽ ഇസ് ഹിറ്റിംഗ് പ്യൂബർട്ടി. അപ്പോഴാണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് മെയിൽസ്, ദി പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ സ്പേംസ് ഫോം ആകുന്നത്, അത് കുറച്ച് സ്റ്റേജസ് അണ്ടർഗോ ചെയ്തിട്ടാണ് സ്പേംസ് ലാസ്റ്റിൽ തന്നെ ഫോം ആകുന്നത്. ആ സ്റ്റേജസ് തന്നെ നമുക്ക് ഓരോന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാം. So talking about the stages of spermatogenesis, ആദ്യത്തെ stage of spermatogenesis is multiplication phase. So the first phase അല്ലെങ്കിൽ stage of spermatogenesis is multiplication phase. Multiplication, നിങ്ങൾക്ക് മനസ്സിലായി, ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാത്സ് അല്ല ഓർമ്മ വരുന്നത്. ദാറ്റ് ഈസ് സംതിങ് ഈസ് ബേസിക്കലി ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ്. ഓക്കെ, ഇവിടെ അങ്ങനത്തെ ഒരു സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജേം സെൽ ദാറ്റ് വി ക്യാൻ കോൾ ആസ് സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം എന്നും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരെണ്ണം പ്ലൂറൽ ആണ്, ഒരെണ്ണം സിംഗുലർ ആണ്. ഓക്കെ, സോ ഈ ജേം സെൽ ദാറ്റ് ഇസ് ദി സ്പെർമാറ്റോഗോണിയ വിച്ച് ഇസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. എന്താ ഡിപ്ലോയിഡ്? ഡിപ്ലോയിഡ് മീൻസ് വാട്ട്? ഇവിടെ 2 sets of chromosome is present. Okay, so the spermatogonia will undergo the process of mitosis. Mitosis ennulla ee process means what? Here multiplication is happening. Okay,
മൈറ്റോസിസ് ഡിവിഷൻ വേറെ ഒന്നുമല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. Okay, so talking about the spermatogonium, it will undergo the process of mitosis and few cells will be formed. അതായത് കുറേ ഇൻക്രീസ് അതായത് മൾട്ടിപ്ലൈ അല്ല ആകുന്നത്. സോ ഈ ഒരു സെൽ തന്നെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. സോ ദിസ് will undergo mitosis and it will multiply and it will be forming a spermatogonium. Spermatogonium again multiply ആകുന്ന കാരണം it will be diploid itself. Okay, so ഒരു diploid cell multiply ആയിട്ട് അല്ലെങ്കിൽ it will undergo the process of mitosis and it will be forming spermatogonium itself. That is again consist of a diploid nature. Okay, so multiplication phase in the here the undifferentiated germ cell, it will increase in number by repeated mitotic division, and the spermatogonium which is diploid will again form a 46 number of chromosome. That is, it will be having 2 sets of chromosomes. Okay, so multiplication phase il nammal oru part padichu. പക്ഷേ ചില സെൽസ് മൾട്ടിപ്ലൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷെ ചില സെൽസ് ബേസിക്കലി ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദ പ്രീവിയസ് സ്ലൈഡ് വി സോ കുറച്ച് സെൽ ഓഫ് ദി സ്പെർമാറ്റോഗോണിയം ഇസ് മൾട്ടിപ്ലൈ, പക്ഷെ കുറച്ച് സെൽ ഓഫ് ദി സ്പെർമാറ്റോഗോണിയം വിൽ ബി അണ്ടർഗോയിങ് ഡിഫറൻസിയേഷൻ. ആ സെൽ ഡിഫറൻഷിയേറ്റ് ആയിട്ടായിരിക്കും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ഉണ്ടാക്കുന്നത്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റും ഡിപ്ലോയിഡ് ആണ് when we are talking about its nature. Okay, so I hope this is clear with you. അതായത് നമ്മുടെ സ്പെർമാറ്റോഗോണിയം, ചില സ്പെർമാറ്റോഗോണിയം മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ, പക്ഷേ സ്പെർമാറ്റോഗോണിയം ചിലത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സും ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ഡിഫറൻസിയേഷൻ ഇസ് കോൾഡ് ആസ് ഗ്രോത്ത് ഫേസ്. ആ ഫേസിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് വിൽ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ഗ്രോ ആയിട്ട് ചില സെൽസ് വിൽ ബി ഫോമിങ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. നൗ മൂവിങ് ഓൺ, ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇത് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. മിയോട്ടിക് ഡിവിഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈറ്റോസിസ്. ഈ മിയോട്ടിക് ഡിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിയോസിസ് വേറെ ഒന്നുമില്ല, ഇവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ മീൻസ് മൈനസ് എന്ന് പറയാം, സിമ്പിൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ. ഹിയർ സെൽസ് ആർ ഗെറ്റിംഗ് മൈനസ്ഡ്, ഓക്കെ, ഓർ ഇറ്റ് ഈസ് ബേസിക്കലി ഗെറ്റിംഗ് റിഡ്യൂസ്. പക്ഷേ ഇത് എന്ത് സെൻസിൽ റിഡ്യൂസ് ആകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ടോക്കിംഗ് അബൌട്ട് വാട്ട് സെൻസ് ആം ഐ ടെല്ലിംഗ് ദാറ്റ് ഇറ്റ്സ് റിഡ്യൂസിങ്. ഇവിടെ നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് it was diploid in nature. Okay, that is, it contains 2 set of chromosome. ഈ സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദോസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് വിൽ ബി ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. അതായത് ഡിപ്ലോയിഡ് ടു ഹാപ്ലോയിഡ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ആണ് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാം എന്തിനാണ് ഇങ്ങനെ റിഡക്ഷൻ എന്താണ് ഇവിടെ ശരിക്കും റിഡ്യൂസ് ആകുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് എന്നുള്ള ഈ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ് ഉണ്ടാക്കുന്നത്. That is, the primary spermatocyte was diploid in nature and after undergoing the meiotic division ഇത് ഹാപ്ലോയിഡ് ആണ് ആകുന്നത്. അങ്ങനെയാണ് ഇവിടെ സെൽസ് റിഡ്യൂസ് ആകുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെയും ഒരു മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. ദാറ്റ് ഈസ് ദേ അഗെയിൻ വിൽ ഗെറ്റ് റിഡ്യൂസ്ഡ്. പിന്നെയും ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ദാറ്റ് ഈസ് ദ 2 സ്പെർമാറ്റോസൈറ്റ് റിഡ്യൂസ് ആകുവാണെങ്കിൽ എന്താ സംഭവിക്കണേ? It will be producing 4 haploid spermatids. Okay, അപ്പോൾ നമ്മുടെ ഈ 2 secondary spermatocyte will undergo the process of meiosis again and then it will be forming 4 haploid spermatocyte. Clear ആയിട്ട് നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. That is primary spermatocyte, that is the diploid in nature.
അത് മിയോസിസ് എന്നുള്ള ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈഡ് ഉണ്ടാക്കുന്നത്. സെക്കൻഡറി സ്പെർമാറ്റോസൈഡ് ഹാപ്ലോയിഡ് ആയിരുന്നു നേച്ചറിൽ. ആൻഡ് അഗൈൻ ഇറ്റ് വിൽ അണ്ടർഗോ ദ പ്രോസസ് ഓഫ് മിയോസിസ്. പിന്നെ ദേ വിൽ ബി ഫോമിങ് 4 സ്പെർമാറ്റോസൈഡ്. ആൻഡ് ഈ സ്റ്റേജിനെയാണ് നമ്മൾ മെച്ചോറേഷൻ ഫേസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത്. Okay, so these are the spermatids. At the end result നമുക്ക് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. ഈ സ്പെർമാറ്റിഡ്സ് സ്പെർമിയോജനസിസ് എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ് സ്പെർമാറ്റോസോവ ഉണ്ടാക്കുന്നത്. സ്പെർമാറ്റോസോവ എന്താ? ഞാൻ ഇച്ചിരി മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്പെർമാറ്റോസോവ ഇസ് നത്തിങ് ബട്ട് ദി sperms itself. Okay, so this is, so നമ്മളുടെ spermatids is undergoing the process of spermiogenesis and it's forming the sperms. അല്ലെങ്കിൽ നമുക്കിതിനെ spermatozoa എന്നും വിളിക്കാൻ പറ്റും. Okay, so this is the process of formation of spermatids. ഇനി moving on, the next phase അല്ലെങ്കിൽ next stage when we are talking about spermatogenesis, the next phase is differentiation phase. ഈ ഫേസിൽ ശരിക്കും സ്പെർമിയേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് ആണ് നടക്കുന്നത്. Now you will be thinking എന്താണ് ഈ സ്പെർമിയേഷൻ? സോ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ we saw a transverse sectional view of seminiferous tubule. Okay, seminiferous tubule നമുക്ക് ഇവിടെ സ്പെർമാറ്റോഗോണിയം കാണാൻ പറ്റി, അത് കൂടാതെ സെർട്ടോളി സെൽസ് കാണാൻ പറ്റി. Okay, so in the Sertoli cells, sperms in a head will be embedded. Okay, so let's just think this is the sperm and the head of the sperm is basically embedded on the Sertoli cells. So the sperm's head embeds in the Sertoli cell and is released from the seminiferous tubule. Okay, so ഇവിടുന്ന് ഈ സ്പെർമിൻ്റെ ഹെഡ് എംബെഡ് ആയിരിക്കുന്നത് സെർട്ടോളി സെല്ല്, ദാറ്റ് ഈസ് ബീങ് റിമൂവ്ഡ് ബൈ ദി പ്രോസസ് ഓഫ് സ്പെർമിയേഷൻ സോ ദാറ്റ് സെമിനിഫറസ് ട്യൂബ്യൂളിന് സ്പെർംസ് ക്യാൻ ബി റിലീസ്ഡ്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ്. Right, so here from the spermatids, Sertoli cell na sperm in the head will be embedded and will be released from the seminiferous tubules, okay, in the form of sperms. Now മൂവിങ് ഓൺ, ഇതാണ് ഒരു ഡയഗ്രമാറ്റിക് വ്യൂ. നിങ്ങളുടെ NCERT ബുക്കിൽ നല്ല ക്ലിയർ ആയിട്ടും തന്നിട്ടുണ്ട്. ഐ വുഡ് സജസ്റ്റ് ടു പ്രിഫർ ദാറ്റ് ഡയഗ്രാം മോർ. പക്ഷേ ഇതൊരു സിംപ്ലിഫൈഡ് വേയിലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഈ പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാം ഇവിടെ ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. സോ ലൈക്ക് ഐ ടോൾഡ് ദ എൻറ്റയർ പ്രോസസ്, അഗൈൻ ഈ എൻറ്റയർ പ്രോസസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ സ്പെർമാറ്റോഗോണിയം, അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽ കുറച്ച് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് ഇറ്റ് വിൽ form spermatogonia itself. പക്ഷേ one cell will be forming a primary spermatocyte that is again diploid in nature. അത് മിയോസിസ് എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് മിയോസിസ് ഇസ് ബേസിക്കലി റിഡക്ഷൻ. അപ്പോൾ 2n n ആകും, ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആണ് ഇവിടെ ആകെ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെയും ഒരു മിയോസിസ് എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് സ്പെർമാറ്റിഡ്സ് ഉണ്ടാക്കും. ഓക്കെ, സോ സ്പെർമാറ്റിഡ്സ് സ്പെർമിയോജനസിസ് എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ് സ്പെർംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈ സെർട്ടോളി സെല്ലിൻ്റെ ഹെഡ്, അതായത് നമ്മുടെ സ്പെർമിൻ്റെ ഹെഡ് ഇസ് എംബെഡഡ് ഓൺ ടു ദ സെർട്ടോളി സെൽ. ആ ഹെഡ് മാറ്റാൻ വേണ്ടിയിട്ടും സോ ദാറ്റ് സെമിനിഫറസ് ട്യൂബ്യൂളിന് സ്പെർംസ് ഇജക്റ്റ് ആകാൻ വേണ്ടിയിട്ടും ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ. ഓക്കെ, സോ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ അഗൈൻ ലൈക്ക് ഐ സെഡ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം ടു മെമ്മറൈസ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ഓൾറൈറ്റ്, സോ ദിസ് വാസ് ദ പ്രോസസ് ഓഫ് spermatogenesis. Now moving on, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെർമാറ്റോജെനസിസ് എന്നുള്ള ഈ പ്രോസസ്സ് പ്യൂബർട്ടിയിലാണ് അണ്ടർഗോ ചെയ്യുന്നത്. സോ as soon as a male hits the puberty, ഈ പ്രോസസ്സ് ഓൾസോ is undergoing. അപ്പോൾ ഈ മേജർ
എന്താ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു മേജർ ഹെൽപ്പ് ടു അണ്ടർഗോ ദിസ് പ്രോസസ് ചെയ്യുന്നത് ആരായിരിക്കും? Hormones itself. Okay, so hormones plays an important role at puberty for this process to undergo in case of males. Okay, so an increased amount of gonadotropin releasing hormone when it acts at the anterior pituitary gland, that is the increased amount of gonadotropin releasing hormone, അതിനെ നമ്മൾ GnRH ആയിട്ടും ഡിനോട്ട് ചെയ്യും. when that basically acts at the anterior pituitary gland, അത് കുറച്ച് സാധനം സെക്രീറ്റ് ചെയ്യും. okay, so these basically secretes the secretion of 2 gonadotropins. okay, ഒരു increased amount ഈ GnRH ന്റെ it will basically act on the anterior pituitary gland and അത് കുറച്ച് secretion stimulate ചെയ്യും. ആ secretion ആണ് 2 gonadotropins. and ഈ 2 gonadotropins ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ the first one is luteinizing hormone. luteinizing hormone നമ്മൾ LH എന്ന് പറയും. and second one is follicle stimulating hormone. ഇതിനെ നമ്മൾ FSH എന്നും പറയും. okay, so the gonadotropin releasing hormone is basically secreting 2 gonadotropins and those 2 gonadotropins are luteinizing hormone or follicle stimulating hormone. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ 2 gonadotropin ഫങ്ഷൻ എന്താ? ഓക്കെ, സോ അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യാം. So talking about what are the function of these hormones. ആദ്യം തന്നെ നമുക്ക് luteinizing hormone കാര്യം പറയാം. Talking about the luteinizing hormone, it is basically acting as a Leydig cell. Leydig cell നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. Leydig cell will be basically synthesizing the secretion of testicular hormones. ആ testicular hormone ഏതായിരുന്നു? Androgens അല്ലേ? So these Leydig cells will be stimulating the secretion and synthesis of the testicular hormone, which is the androgens, and these androgen is basically stimulating the process of spermatogenesis. So ma'am, previous video when we studied about Leydig cell, ആ വീഡിയോയിൽ മാം പറഞ്ഞിരുന്നല്ലോ ഞാൻ ടെസ്റ്റിക്കുലർ ഹോർമോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ്റെ ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും in the coming videos. ആ ഫങ്ഷൻ ആണ് ഇത്. that is, it is basically stimulating the process of spermatogenesis. okay, so clear ആയല്ലോ? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഈ വീഡിയോയിൽ കിട്ടിയല്ലോ. so this is the function of luteinizing hormone. Talking about the second gonadotropic hormone, that is the follicle stimulating hormone, it basically acts on Sertoli cell. okay, ഇത് എവിടെ ആക്ട് ചെയ്യുന്നതെന്ന് കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഹോർമോൺ is basically acting on the Sertoli cell and it will be helping in spermatogenesis. spermatogenesis എന്തായിരുന്നു? നമ്മളുടെ spermatids will undergo spermatogenesis to form spermatozoa അല്ലെങ്കിൽ sperm. ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് follicle stimulating hormone ആണ്. okay, so I hope you are clear with that idea also. ഇനി ആൻഡ്രോജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ I told it's a testicular hormone and it again stimulates the process of spermatogenesis. okay, ആൻഡ്രോജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ these are maintained by the accessory duct and also the accessory glands when we are talking about males. okay, ഇത് മെയിൽസിൻ്റെ ആക്സസറി ഡക്റ്റും അതുകൂടാതെ ആക്സസറി ഗ്ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെസ്റ്റിക്കുലർ ഹോർമോൺ ആണ് ആൻഡ്രോജൻ. okay, so these are several hormones which we can see in case of males, which is responsible for the process of spermatogenesis. okay, now I have already talked about sperm is being formed. okay, നമ്മൾ spermatogenesis എന്നുള്ള ഈ പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ sperm is being formed. ഇനി സ്പേമിൻ്റെ കുറച്ച് സ്ട്രക്ചർ നമുക്ക് ഡിസ്കവർ ചെയ്യണ്ടേ? okay, so അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വച്ചിരിക്കാം. okay, so until then,
Bye bye and take care.